ചേട്ടാ രാമക്ഷേത്രത്തിലേക്ക് രാമക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. സന്തോഷമുണ്ട് പോകുന്നത്. രാമക്ഷേത്രം നല്ലത് മാത്രം പറയട്ടെ. ഈശ്വരൻ എല്ലാവരെയും സഹായിക്കട്ടെ. ഞങ്ങൾ വിഴിഞ്ഞം കോവളം നേരത്തെ തന്നെ ബുക്ക് ചെയ്തതായിരുന്നു. ബുക്ക് ചെയ്തു. ഇതുപോലെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തുകൊണ്ട് എല്ലാവരും ഈ രാമക്ഷേത്രത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളുമായി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഇതിന്റെ ഒരു ടിക്കറ്റ് നിരക്ക് നോക്കുകയാണെങ്കിൽ 3300 രൂപയാണ് രാമക്ഷേത്രത്തിലേക്കുള്ള ഈ അയോധ്യയിലേക്കുള്ള ഈ ടിക്കറ്റ് നിരക്ക് പറയുന്നത്. അതിൽ തന്നെ ഇന്ന് ഇവിടെ നിന്നും 10 മണിയോടുകൂടി പുറപ്പെട്ടതിന് ശേഷം 12-ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ട്രെയിൻ അയോധ്യയിലേക്ക് എത്തുന്നത്. തിരിച്ച് ഈ 13-ാം തീയതി ഏകദേശം പുലർച്ചെ 12:20 തന്നെ അയോധ്യയിൽ നിന്ന് ഇത് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെയാണെങ്കിൽ 15-ാം തീയതിയോടുകൂടി 15-ന് രാത്രി 10:45 ഈ ട്രെയിൻ കൊച്ചുവേളിയിൽ എത്തുമെന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രാ നിരക്കാണ് 3300 രൂപ. ഈ ഭക്ഷണം, താമസം അടക്കമുള്ളവ ചേർത്ത് ഈ 3300-ൽ പെടുമെന്നുള്ളതാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ പോകുന്നില്ല. നമുക്ക് ഒരു കാലത്ത് ചിന്തിക്കാൻ സാധിക്കുമായിരുന്നു ഇവിടുന്ന് അയോധ്യയ്ക്ക് നേരെ ട്രെയിൻ എന്നുള്ളത്. എത്രയോ ട്രെയിനൊക്കെ മാറി മാറി കയറിയിട്ടാണ് ആൾക്കാർ മുമ്പ് പോകാറുള്ളത്. ഇവിടുന്ന് മദ്രാസ് പോകും, പിന്നെ അവിടുന്ന് കൽക്കട്ടയിൽ പോകും, കൽക്കട്ടയിൽ നിന്ന് ഇവിടെ പോകും, ബീഹാർ അങ്ങനെ പോകേണ്ടതാണ്. ഇപ്പം അതൊന്നുമല്ല, നേരെ അങ്ങോട്ട് ട്രെയിൻ. എത്ര സൗകര്യമാണത്. ഇല്ല പോണം. വരൂ നിങ്ങൾ എല്ലാവരും നമ്മളൊക്കെ അനുമോദിക്കാൻ വേണ്ടി വന്നിരിക്കണം. ഈ പോകുന്ന ആൾക്കാരെ ഈ ഒരു പുതിയ ഒരു റെയിൽവേയുടെ ഒരു സംരംഭം ജനങ്ങൾക്ക് ഈ ഭക്തന്മാരായിട്ടുള്ള ശ്രീരാമ ജന്മസ്ഥാനം എന്നുള്ള ഇഷ്യൂ സജീവമായി വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അതിനുള്ള എല്ലാ സൗകര്യവും നരേന്ദ്ര മോഡി ചെയ്യുന്നതായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് ആ തീർത്ഥാടനം നടത്താൻ വേണ്ടി ഈ തിരുവനന്തപുരത്ത് നിന്ന് പോകാൻ, കേരളത്തിൻ്റെ ഈ തെക്കേ അറ്റത്ത് നിന്ന് നേരിട്ട് പോകാനുള്ള സൗകര്യം ഒരുക്കിയത് വളരെ അഭിനന്ദനമായിട്ടുള്ള കാര്യമാണ്. ചേച്ചി രാമക്ഷേത്രത്തിലേക്ക് പോവാണ്? അതെ, വളരെ സന്തോഷം, പറഞ്ഞറിയിക്കാൻ വയ്യ. പ്രതീക്ഷ ഇതുപോലെ ഇരിക്കുന്നു, സംഭവിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം. നേരത്തെ ഈ ജനുവരി 30-നായിരുന്നു യാത്ര പറഞ്ഞിരുന്നത്. അപ്പോഴേ ടിക്കറ്റ് ബുക്ക് ചെയ്ത്? ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ആ സമയത്ത് പോകാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഭയങ്കര വിഷമം തോന്നി. പക്ഷെ മാറ്റി വെച്ചതൊരു എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ഇപ്പൊ പോകാൻ പറ്റുന്നത്. 3 ദിവസമല്ലല്ലോ, ശരിക്കും പറഞ്ഞാൽ 5-6 ദിവസം വരെ എടുക്കുന്നുണ്ട് യാത്രയും തിരിച്ചു വരവുമായിട്ട്. ക്രമീകരണം എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് എങ്ങനെയാണ്? കുടുംബത്തോടെ ഒന്നിച്ചാണോ യാത്ര ചെയ്യുന്നത്? അല്ല, കുടുംബത്തോടെ അല്ല. ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ളൂ. ബാക്കി ആർക്കും വരാൻ സാഹചര്യമല്ല. വളരെ സന്തോഷം. ചേച്ചി അയോധ്യയിലേക്ക് പോവുകയാണ്? അയോധ്യ പോകുന്നതെന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നതാണ്. എൻ്റെ ഈ മോനാണ് ഇതിൻ്റെ മക്കളാണ്, അവരൊക്കെയാണ് എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക്. ഞങ്ങളൊരു കുടുംബമായിട്ടാണ് പോകുന്നത്. 10 പേരുണ്ട്. ഞങ്ങളൊരു കുടുംബത്തിൽ നിന്ന് 10 പേരുണ്ട്. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പോവുകയാണ്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവല്ലേ എന്ന് ഭഗവാനെ വിളിച്ച് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ശ്രീകാര്യം. സന്തോഷം കുറച്ച് പൈസക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലേ, ഞങ്ങൾക്ക് വലിയ സന്തോഷം തന്നെ. ഇതിലുള്ളതാണ് ഞങ്ങളെ മെയിനായിട്ട് ഉത്സാഹിച്ച് ഞങ്ങളെ വിടുന്നത്. എല്ലാവരും ഫാമിലി ആയിട്ടാണ്? ഫാമിലി. ഞങ്ങൾ ഒരു കുടുംബം. ഞങ്ങൾ 10 പേര് ഒരു കുടുംബത്തിൽ നിന്ന്, ഭാര്യയും ഭർത്താക്കന്മാരായിട്ട് അങ്ങനെ 10 പേര്. നമ്മളെ മക്കളൊന്നുമില്ല, എല്ലാം പ്രായമുള്ളവരാണ് 10 പേര്. 59, 60, 65 വയസ്സിലുള്ളവരാണ് ഞങ്ങളെല്ലാവരും പോകുന്നത്. ശ്രീരാമനെ കാണാനുള്ള ആവേശത്തിൽ പോകുന്നതാണ്.